Allahu 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 Allah. Assalamu alaikum warahmatullah. Bismillah walhamdulillah wassalatu wassalamu ala rasulillahi sallallahu alaihi wasallam. അദ്ദാദിലെ എട്ടാമത്തെ ദിക്ർ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാ എന്ന ദിക്റാണ്. ഈ ദിക്റിനെ സംബന്ധിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദാദിലെ ഈ ദിക്ർ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരല്പസമയം ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് റബ്ബായി തൃപ്തിപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായും തൃപ്തിപ്പെട്ടാൽ, വബി മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റസൂലായും തൃപ്തിപ്പെട്ടാൽ, ഈമാൻ, അവൻ ഈമാനിന്റെ രുചിയെ രുചിച്ചവനായി, ഈമാൻ ആസ്വദിച്ചറിഞ്ഞവനായി അവൻ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വേറൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും വാങ്ക് കൊടുക്കുന്നവൻ, ആ വാങ്ക് കൊടുക്കുന്നവൻ പറയും പോലെ ഒരാൾ പറഞ്ഞാൽ, അപ്പോ വാങ്കിന്റെ അവസാനം മുതൽ ആ വാങ്ക് കൊടുക്കുന്നവൻ ഇജാബത്ത് കൊടുത്തു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നവൻ പറയുമ്പോൾ നമ്മളും അതുപോലെ പറഞ്ഞു. അയ്യാലസ്സലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അതേ പ്രകാരം അയ്യാൽ ഫലയിലും പറഞ്ഞു. സുമ്മ ഖാല, പിന്നീട് ആ ബാങ്ക് കേട്ടവൻ പറഞ്ഞാൽ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ എന്ന് പറഞ്ഞാൽ, ഗുഫിറ ലഹു ദംബുഹു, അവന്റെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മുസ്ലിം എന്ന കിതാബിൽ കാണാം. അതേ പ്രകാരം ഹദീസിൽ കാണാം, ഒരാൾ പ്രഭാതമാകുന്ന സമയത്തും അതേ പ്രകാരം വൈകുന്നേരമാകുന്ന സമയത്തും ഒരാൾ പറഞ്ഞാൽ, രാവിലെ ഒരാൾ ചൊല്ലി, അതേ പ്രകാരം വൈകുന്നേരം ഒരാൾ പറഞ്ഞു. എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. എന്നാൽ കാന ഹഖൻ അലല്ലാഹി, അല്ലാഹുവിന്റെ മേലിൽ ബാധ്യതയാണ്, അൻയുർദിയഹു, അവനെ അല്ലാഹു തൃപ്തിപ്പെടുത്തും എന്നത്. അപ്പൊ അല്ലാഹു അവനെ പ്രീതിപ്പെടുത്തും എന്ന കാര്യം പ്രവാചകർ ഹദീസിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇമാം അഹ്മദ് 18967 ഹദീസായി, ഇമാം തുർമുദി 3389 ഹദീസായി ഈ ഹദീസിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ, ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്, വബിമുഹമ്മദിൻ നബിയ്യാ, വേറെ സ്ഥലത്ത് അങ്ങനെയുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ, വജബത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം നിർബന്ധമായി. അബൂ ദാവൂദ് എന്ന കിതാബ് 1529 നമ്പർ ഹദീസായി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹദ്ദാദിലുള്ള എട്ടാമത്തെ ദിക്റാണ്. എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ എന്ന് 3 പ്രാവശ്യം പറയും. ഇത് 3 പ്രാവശ്യം വൈകുന്നേര സമയത്ത് പറഞ്ഞാൽ മഹത്വം നാം കേട്ടു. മൻ ഖാല ഹീന യുംസി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ കാന ഹഖൻ അലല്ലാഹി അൻ യുർദിയഹു.
അതേ പ്രകാരം വജബത്തുലഹുൽ ജന്ന എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അബാ സഈദ് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ വജബത്ത് ലഹുൽ ജന്ന. അപ്പൊ ഇത് പറയുന്നതോട് കൂടെ ഇത് വെറും നാവ് കൊണ്ട് പറയുന്നതിനൊന്നും ഈ പുണ്യം കിട്ടും എന്നല്ല. നാവ് കൊണ്ട് പറയുന്നതോട് കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഇത് ഉണ്ടായിരുന്നാൽ വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇതുപോലെ അദാദിലുള്ള മുഴുവൻ ദിക്റുകൾക്കും വലിയ സ്ഥാനമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗവും ഇതിന്റെ മുമ്പുള്ള 7 ദിക്റുകൾ അടങ്ങിയ ക്ലിപ്പുകളും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. മുഴുവനും കേൾക്കണം എന്നുണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.